ചോള സ്പെഷ്യൽ ഉമ്മ പറയണ ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കണം. ആഹാ, ഒരു സ്പെഷ്യൽ റെസിപ്പി ആണോ? ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റ് ആണ് മറ്റുള്ളവർ പറയുന്നത്. പ്ലീസ് പ്ലീസ്. ടേക്ക് ഓണിയൻ, തോല് പൊളിക്കൽ. ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കാം, അതിലേക്ക് മുളക് കുനുകുന അരിഞ്ഞതിടാം, and ഉഴുന്ന് പരിപ്പില്ലേ അതിട്ടിട്ട് ഇത് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഓണിയൻ, ക്യാരറ്റ്, കുനുകുന, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സോട്ട് വെക്കാം. ഇനി ഇപ്പോഴത്തെ വേറെ പാനിൽ കുറച്ച് ഗീ വെച്ചിട്ട് റവ അതിൽ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അതിന് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് അതിലേക്ക് ഇടാം. മൂടി വെക്കാം. 5 minutes ജസ്റ്റ് സോട്ട് വരും. ഒരു ഹീസ് ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. പ്രത്യേകിച്ച് ഒരു ബൗണ്ടറീസും ഞങ്ങളുടെ ഇടയിലില്ല. പാട്ടൊക്കെ പാടിത്തരുമോ? രാത്രി ശുഭരാത്രി. റൊമാൻറ്റിക് പാട്ടല്ലേ? റൊമാൻറ്റിക് പാട്ട്. വിശപ്പ് വരും പോകും, പിന്നെന്താ ഉറക്കം വരും പോകും, പ്രണയം വരും പക്ഷേ പോകൂല. എന്നാ റൊമാൻറ്റിക് ആണോ? ശരിക്കും കൂട്ടത്തിലെ റൊമാൻറ്റിക് ആരോ? ഞാൻ ആരാ? തേങ്ങയാണ് ഞാനാ. അത് ഇല്ലാതൊക്കെ. ഒരു ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇഷ്ടപ്പെട്ട പാഷന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതോളം ഇമ്പോർട്ടന്റ് ആണ്. അത് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാന്നുള്ളത്. അതിപ്പോൾ അജുവിൻ്റെയും ഡ്രീമായി. ഇപ്പം നമ്മുടെ വെസ്റ്റേൺ ഡേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട്സ് യുവർ ഗൈസ് ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നുള്ളത്. അപ്പം വി ബോത്ത് സെഡ് ദ സെയിം ആൻസർ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഹാപ്പി, കൂൾ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ഓരോരോ ലേഡീസ് ഉണ്ടാവും. അമ്മായിമാരും മേമാരൊക്കെ ഭയങ്കര ബോണ്ടാണ്. എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ കുറേ കാലം നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരണ്ടേ, അവിടെ നമ്മളൊരു കംഫർട്ട് സോണിലാണല്ലോ. അപ്പോൾ ഐ തോട്ട് കുറച്ചും കൂടി ടൈം എടുത്താൽ ആ കംഫർട്ട് സോണിലേക്ക് ഇവിടെയുള്ള ആൾക്കാരായിട്ട് എത്താൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് ഇത് കിട്ടുന്നുണ്ട്, ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ താനേ വന്നോളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാൻസ്പെറൻസി ഈസ് ദി കീ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. തുടക്കത്തിലൊന്നും അത് വല്ലാണ്ടില്ലേനും, അതിൻ്റെ കുറവുകൾ നമ്മുടെ റിലേഷനിലുണ്ടേനും. പിന്നെ ഐ ടോൾഡ് യു റൈറ്റ്, ഇറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ട്രാൻസ്പെറൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ രണ്ടുപേരും ഇമ്പ്രൂവ് ചെയ്തു, ആൻഡ് ഈ റിലേഷൻഷിപ്പും അത് ഇമ്പ്രൂവ് ആയി. നമ്മളെന്ത് ഫൈറ്റ് ഉണ്ടായാലും ആദ്യം വന്ന് സോറി പറയുന്നതും കൂടുതൽ നമ്മളെ ഇടയിൽ കൂടുതൽ ക്ഷമയുള്ളതൊക്കെ അശ്വിനാണ്. ഡെയിലി പുതിയ പുതിയ ആൾക്കാരെ കാണുന്ന എല്ലാവരും ഇപ്പം നന്നാവണം, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണം, ഞാൻ വിചാരിച്ച പോലെ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും പോസിബിൾ ആവില്ല. പ്രത്യേകിച്ച് ഇവരൊക്കെ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്ന, ചിലപ്പോൾ ചിരിച്ചും കണ്ടൊക്കെ നിൽക്കും, ചിലപ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും ഇൻസിഡൻ്റ് ആകാരം ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യണ്ടേ, എൻ്റെ പണി അവൾക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ അങ്ങോട്ട് പോരുക, അത്ര മതി. പിന്നെ അതിൽ നല്ലതുണ്ടെങ്കിൽ നല്ലതിന് എന്തെങ്കിലും എഫേർട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാതെ തലമ കയറ്റി നടക്കേണ്ട ഒന്നും. ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പം ലൈഫിൽ ഒരാളായി. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കുറെ വീഡിയോസ് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ജീവിതം? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ല. എന്നോട് ആദ്യം ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതി, സത്യം പറഞ്ഞാൽ ഫാത്തിമ ഇനിയും കൂട്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ലേ, അപ്പം എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ പ്രപ്പോസൽ സീനൊക്കെ ഉണ്ടായിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചത് അപ്പോൾ സാധാരണ ഞാനെന്ത് വിചാരിക്കാം, അവള് പുറത്തുനിന്ന് വേറെ ആൾക്കാർ നോക്കും, എന്തിനാ ഫാത്തിമ അങ്ങനെ എടുത്ത് കുറെ ചൂടായി. അത് സ്വാഭാവികമായിട്ട് ആർക്കും വരുന്നതാണ് ചൂട്. അപ്പോൾ പിന്നെയാണ് ലാസ്റ്റ് ആള് പറയണേ ഞാൻ ഇത് നിങ്ങളെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതാണ് ഫോഴ്സിന്റെ അത് നല്ല രീതിയിൽ റീച്ച് ആയി. നല്ല രസമായിരുന്നു. പക്ക ഫുൾ ക്രെഡിറ്റ് ഉടനെ. കാരണം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എന്റെ ഫസ്റ്റ് ടൈമാണ് അതില് ഒരു സ്ക്രീനിന്റെ മുന്നില്. ഞാൻ നമ്മളെ ഷോപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ബിഹൈൻഡ് ദ സീനാ, നമ്മള് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അല്ല സ്ക്രീനിന്റെ മുന്നത്തെ പ്രസൻസോ പേരോ കാര്യങ്ങളോ ആയിമൊക്കൊന്നും നമ്മള് ഇത്രയും കാലം നീന്നില്ല. ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ കണ്ടന്റ് ക്രിയേറ്ററിന്റെ ഹസ്ബൻഡായി. ഓ ഹസ്ബൻഡ്, നിങ്ങളത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു? വൈഫ് ഹസ്ബൻഡ്, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഹീസ് ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. പ്രത്യേകിച്ച് ഒരു ബൗണ്ടറീസും ഞങ്ങളുടെ ഇടയിലില്ല. ഇല്ല.
അപ്പോ ആളിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമല്ല, ഇങ്ങനെ ഫുൾ നമ്മളെ ലൈഫ് ഇങ്ങനെ ഇതിൽ കാണിക്കുന്നതിൽ. പക്ഷെ ഐ ഡോണ്ട് ഡു എനി ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്. ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്യാ ചെയ്യുന്നത്. അപ്പോൾ അതന്നെ ഞാൻ ഒന്ന് അജുലേക്കും പകർത്തിയെടുക്കാൻ ശ്രമിച്ചതാണ്, കൊണ്ടുവന്നുള്ളല്ലേ. ചെറുതായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാമല്ലോ, നല്ല രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ അത് നല്ല അടിപൊളി ഒരു ആഡായിരുന്നു സത്യത്തില്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞാലും ഇപ്പം നമ്മുടെ ഡ്രീമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സോ അതിപ്പം ഇപ്പൊ രണ്ടുപേരുടെ ജോലിയും അതിനെ പരസ്പരം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾറെഡി ഞാൻ കണ്ടു ആളുടെ ബിസിനസ് ആയാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇഷ്ടപ്പെട്ട പാഷന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതോളം ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ മാരേജ്. അത് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീമാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാന്നുള്ളത്. അതിപ്പോൾ അജുവിൻ്റെയും ഡ്രീമായി. ഇപ്പം നമ്മുടെ വെസ്റ്റേൺ ഡേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട്സ് യുവർ ഗൈസ് ബിഗ്ഗസ്റ്റ് ഡ്രീം എന്നുള്ളത്. അപ്പം വി ബോത്ത് സെഡ് ദ സെയിം ആൻസർ. അപ്പോൾ ഐ വാസ് ലൈക്ക് ഹാപ്പി, കൂൾ. നോട്ട് ജസ്റ്റ് ഹിം, ഓക്കെ, ഹിസ് ഫാമിലി ടു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ അടുത്ത് പറയും എന്തെങ്കിലും ക്യാരക്ടേഴ്സ് വേണോ, ഞങ്ങളുണ്ട്. ഇവിടെ കുറെ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാ. ഉപ്പാന്റെ 5 ബ്രദേഴ്സ്, ബിസിനസ് ആണെങ്കിലും കുടുംബമാണെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരാ. ഇവരുടെ ഒത്തൊരുമയും നമ്മൾ ശരിക്കും പറയേണ്ട കാര്യമാണ് ഫാമിലിയിലെ. ഇവൻതോ വേറെ വേറെ വീടാണെങ്കിലും ഭയങ്കര കണക്ഷനാണ് ഇവരൊക്കെ തമ്മിൽ. ഇവരെ കണക്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ഓരോരോ ലേഡീസ് ഉണ്ടാവും. അമ്മായിമാരും മേമാരൊക്കെ ഭയങ്കര ബോണ്ടാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെണ്ണാണ വന്ന സമയത്ത് അശ്വിനക്കാരൻ്റെ ഉപ്പാന്റെ സംസാരം ഭയങ്കര ഇഷ്ടം, ഭയങ്കര അവിടെയാണ് കണക്റ്റഡ് ആയി ഇന്നായി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു എനിക്ക് ഭയങ്കര സന്തോഷം അത് കന്ന് കേട്ടപ്പോഴും. അപ്പൊ അതിപ്പം ഇന്റർവ്യൂ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ വിളിച്ച് ഈ സംഭവം ഇറങ്ങിയ പാടെ നല്ല ഇന്റർവ്യൂ ആണ് എനിക്കിഷ്ടമായിന്നൊക്കെ എന്നിട്ട് എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ വിളിക്കും. ഇവിടുത്തെ കുറെ ആൾക്കാർ വിളിക്കും, കാര്യങ്ങൾ പറയും. അല്ല മൂപ്പർക്ക് സന്തോഷമുള്ളൂ, നല്ല കാര്യത്തിലാണ്. ഇപ്പൊ ഓളെ ഉപ്പയാണെങ്കിലും ഒക്കെ ഓളെ വീട്ടില് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ അതിലേക്ക് എങ്ങനെ മാറുക എന്നുള്ളത് ഞാൻ അയച്ചു. ഇപ്പൊ ഇത് വന്നപ്പോ പിന്നെ ഒക്കെ കണക്റ്റഡാ, സെയിമാണ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്ന ഇപ്പൊ ഒരു ഭയങ്കര നമുക്ക് നമ്മുടെ റൂം, നമ്മൾ ഇത്ര നാളെ താമസിച്ചൊരു സ്പേസ്, അച്ഛനമ്മ എല്ലാവരെയും വിട്ട് സിബ്ലിങ്സിനൊക്കെ വിട്ട് നമ്മൾ വരികയാണ്. സോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു സപ്പോർട്ട് കാണാൻ അങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കും. സംഭവം ശരിക്കും നിക്കാഹ് കഴിഞ്ഞാലും വീട്ടില് വരലില്ല. പക്ഷെ അജുവിന്റെ വീട്ടിലെ നിക്കാഹും കല്യാണവും കഴിഞ്ഞു. ഇനി എന്റെ സൈറ്റിലെ പ്രോഗ്രാം റിസപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാലാണ് ഞാൻ ഇവിടെ ഫുൾ ടൈം നിൽക്കാം. ഇപ്പോ ഒഫീഷ്യലി ഞങ്ങളെ കല്യാണം കഴിഞ്ഞതാണ്. എന്റെ സൈറ്റിലൊരു റിസപ്ഷൻ ഞാൻ ഇവിടെ വന്ന് എപ്പോഴും സ്റ്റേ ചെയ്യും. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ കുറെ കാലം നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരണ്ടേ. അവിടെ നമ്മളൊരു കംഫർട്ട് സോണിലാണ്. അപ്പൊ ഐ തോട്ട് കുറച്ചും കൂടി ടൈം എടുത്താൽ ആ കംഫർട്ട് സോണിലേക്ക് ഇവിടെയുള്ള ആൾക്കാരായിട്ട് എത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം എനിക്ക് ഇത് കിട്ടുന്നുണ്ട്, ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ താനേ വന്നോളൂ. ആ ടൈം ആകുമ്പോഴേക്ക് റിസപ്ഷൻ ആക്കാം. പാട്ടൊക്കെ പാടിത്തരുമോ? പിന്നെ രാവിലെ ഉച്ചക്കൊന്ന് രാത്രി ഒന്ന് ഏത് പറയാതിരിക്കാല്ലേ തുടങ്ങിയ ഇതാണ് അവസ്ഥ. ആ പാട്ടോട് പഠിത്തരാ, ഏത് പാട്ടാ പാടിക്കൊടുക്കാം. സ്റ്റാൻഡേർഡ് നോക്കില്ലല്ലോ, ഇഷ്ടമുള്ള അങ്ങനെ പാടാൻ പറഞ്ഞ അപ്പൊ തുടങ്ങൂലേ. ചെലപ്പോ അമ്പലത്തിലേക്ക് ഇരിക്കണ പോലെ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ശരിക്കും ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ റൊമാൻറ്റിക് മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്തെ ചിരിക്കണോ പുതുമോടികളാ. ഓക്കെ, അച്ഛനക്കൊക്കെ വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് പാട്ട് പാടും? എന്തിനാണ് അതിനോട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് ചോദിച്ചോ? അത് പാട്ട് പാടിത്തന്നെ ചോദിച്ചു. ആ കഴിവ് കൂടെ അച്ഛനക്കാരന്റെ ആ കഴിവ് കൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അത് കിട്ടില്ല. ഓ ഹിഡൻ ടാലന്റ്. ഞാൻ എന്തോ ഇതിൽ നിൽക്കുമ്പോ എന്നോട് പ്രത്യേകം പെട്ടെന്ന് പാട്ട് പാടി. അത്ര മൂറിലൊന്നല്ല, ഇങ്ങനെ എന്തോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ഒരു പാട്ട് പാടിത്തരുമോ? അപ്പൊ പെട്ടെന്ന് അച്ചിങ്ങ എന്താ മാങ്ങ മാങ്ങ
എനിക്ക് ആ പാട്ട് അറിയാൻ പാട്. നൊസ്റ്റാൾജിയ പാട്ട് പാട്. മാങ്ങാ മാങ്ങാ പാട്ട് സംഭവം ഞാനിങ്ങനെ കൊള്ളാതെ. എന്താ പറയുക ദേഷ്യപ്പെട്ടിരിക്കാണ്. ഇവളോടുള്ള ദേഷ്യമല്ല, എന്നോട് പാടാൻ പറയുമ്പോ തെറ്റിക്കാനും പറ്റൂല. റബ്ബേ ആൾക്കറിയാം പാടി കൊടുക്കും പാടുന്നറിയില്ലേ അത് പാടിയതല്ല, ആളെ ദേഷ്യം തീർത്തതാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരു പാട്ട് പാടും. അത് തുടങ്ങി ഏത് ഏതാണ്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ച് അല്ല ഞാനിങ്ങനെ താളം തരണം. താളം മതി, പ്രോത്സാഹനം എന്നൊക്കെ. ലലലാ ലലാ ലലാ. രാത്രി ശുഭരാത്രി. പാട് പാട്. റൊമാൻറ്റിക് പാട്ടല്ലേ? അല്ല അല്ല, റൊമാൻറ്റിക് പാട്ട്. വിശപ്പ് വരും പോകും, പിന്നെന്താ ഉറക്കം വരും പോകും, പ്രണയം വരും പക്ഷേ പോകൂല പോകൂല. എന്നാ റൊമാൻറ്റിക് ആണോ മുഖത്തൊട്ട് അവസ്ഥ പാടില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇവിടുന്ന് എന്താണ് അപ്പൊ തോന്നിയത്? ശരിക്കും കൂട്ടത്തിലെ റൊമാൻറ്റിക് ആരാ? ശരി ആ ഞാൻ ആരാ? തേങ്ങയാണ് ഞാനാ. അത് ഇതോള് ഇല്ലാതൊക്കെ. What is the secret to successful marriage? Say yes to your wife. എല്ലാത്തിനും ശരിക്കും എന്താ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസങ്ങൾ, മാസം പോലും ആയിട്ടില്ല, 12 ദിവസം. 12 ദിവസങ്ങളിൽ ഒരു ന്യൂലി മാരിഡ് കപ്പിൾ ആയിട്ടുള്ള നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു സന്തുഷ്ടമായ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കണ്ടില്ലേ എന്ത് പറയാനും എന്നാ ജീവിതം അടിപൊളിയായിരിക്കും. ട്രാൻസ്പെറൻസി അതെ അത് സത്യം. അതാണ് തോന്നുന്നത്. ഈ 11 അല്ല, നമ്മള് 3-4 മാസമായല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ട്രാൻസ്പെറൻസി ഇസ് ദി വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. തുടക്കത്തിലൊന്നും അത് വല്ലാണ്ടില്ലേനും, അതിന്റെ കുറവുകൾ നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ ഐ ടോൾഡ് യു റൈറ്റ്, ഇറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി ട്രാൻസ്പെറൻസി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ രണ്ടുപേരും ഇമ്പ്രൂവ് ചെയ്തു, ആൻഡ് ഈ റിലേഷൻഷിപ്പും അത് ഇമ്പ്രൂവ് ആയി. നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ക്യൂസ് നടത്തിയപ്പോൾ തന്നെ അവളെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് ഞങ്ങൾ സോൾവ് ആക്കും. സംസാരം ഉണ്ടായാൽ തന്നെ. പിന്നെ ഞാൻ ശിശുനോട് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫോൺ എടുക്കാത്തൊരു സ്വഭാവം ഉണ്ടെന്ന്. അത് ഇതിലുണ്ടേനും. ഈ ട്രാൻസ്പെറൻസി ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഉണ്ടാവണല്ലോ. ഞാൻ അതിൽ വളരെ വീക്ക് ചെയ്യുന്നു. അതൊക്കെ കുറെ മാറ്റിക്കൊണ്ടുവന്നു. ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്ക് ചെയ്യോ ആള്? ഫുഡ് ഉണ്ടാക്കി എന്താ കൊടുത്തേ? ഉപ്പുമാവ്. ഫാത്തിമ ബീവിയുടെ സ്പെഷ്യൽ ഉപ്പുമാവാണ്. റെസിപ്പി ഞാൻ കൊടുക്കാം. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഉണ്ടാക്കുന്ന ഉപ്പുമാവാണോ? ഉപ്പുമാവല്ല, മറ്റേ മാക്രോണി. അതാണ് ആദ്യം ഉണ്ടാക്കി തന്നെ. സ്പെഷ്യൽ ഉമ്മ പറയണ ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കണം. ആഹാ, ഒരു സ്പെഷ്യൽ റെസിപ്പി ആണോ? ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞുതരാവോ? ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റ് ആണ്. പറഞ്ഞുതരോ പ്ലീസ് പ്ലീസ്. കാരണം പലർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണെന്ന് പറയുമ്പോൾ ഓ ഉപ്പുമാവ് അതായിരിക്കും. പക്ഷെ അത് രസമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു റെസിപ്പി ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാണെങ്കിൽ. ഇപ്പോഴോ? ആ അച്ഛനൊക്കെ മാത്രല്ല ഞങ്ങളും ഉണ്ടാക്കിയിട്ട് ഉപ്പുമാവ്. ടേക്ക് ഓണിയൻ, തോല് പൊളിക്കൽ, ഓക്കെ, ഒരു ഉള്ളി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് തേങ്ങ ചിരവിയത്, പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് പട്ടാണിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കാം, അതിലേക്ക് മുളക് കുനുകുന അരിഞ്ഞതിടാം, and then ഉഴുന്ന് പരിപ്പില്ലേ അതിട്ടിട്ട് ഇത് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ്, ഓണിയൻ, ക്യാരറ്റ്, കുനുകുന, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇപ്പുറത്തെ വേറെ പാനിൽ കുറച്ച് ഗീ എടുത്തിട്ട് റവ അതിൽ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ആൻഡ് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് അതിലേക്ക് ഇടാം, മൂടി വെക്കുക. 5 minutes ജസ്റ്റ് സോട്ട് റെഡി. ഇത് ഫാത്തിമ ബീവിയുടെ മാത്രം ഒരു അല്ല, എൻ്റെ മമ്മി പഠിപ്പിച്ചതാണ്. പക്ഷെ മമ്മി പറയുന്നു മമ്മി ഉണ്ടാക്കാട്ടിലും ടേസ്റ്റ് കഴിച്ചിട്ട് നോക്കിട്ട് ബാക്കി തിരിച്ചെന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ആള്? സിഗ്നേച്ചർ റെസിപ്പീസ് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ റെസിപ്പി? ചിക്കൻ കറിയോ? ഞാൻ പുറത്ത് ഹോസ്റ്റലിൽ കിട്ടിയതൊക്കെ സിഗ്നേച്ചറാ. ഞങ്ങള് തന്നെ ഉണ്ടാക്കുന്നതൊക്കെ സിഗ്നേച്ചറാ. ഞങ്ങൾക്ക് ഇങ്ങനെ പുകച്ച പറയണ്ട. വിശപ്പ് മാറുമ്പോ എന്താ തക്കാളി, ഉള്ളി, പിന്നെ മസാലകൾ ഏതാ ചെടു അടിക്കണോ അത് എന്തുണ്ടെങ്കിലും അപാര ടേസ്റ്റ് അതൊക്കെ.
രണ്ടാമത് ചോദിച്ച റെസിപ്പി റെസിപ്പി അറിയില്ല, പക്ഷെ ഞങ്ങൾ എല്ലാം ഇടും. ചോദിക്കരുത് കള്. എന്തോ ആയി അത് കറിയാക്കും. പക്ഷെ ആൺകുട്ടികൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആന്ന് പറയും. വണ്ടി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഇന്ന് രാത്രി കഴിച്ചിട്ട് പോയാ മതി. ഇപ്പൊ ആള് ഭയങ്കര പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചിന്തിച്ച്, അല്ലെങ്കിൽ ആളുടെ എക്സ്പീരിയൻസിൽ പല കാര്യങ്ങളും, ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂ തന്നെ ആള് പറഞ്ഞ പല കാര്യങ്ങളും മോട്ടിവേഷൻ ആയിരുന്നു പലർക്ക്. സോ എപ്പോഴും എല്ലാ കാര്യത്തിലും ഭയങ്കര മോട്ടിവേഷൻ തരുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഫാണോ? സപ്പോർട്ട് നല്ലോണ്ട്. അതൊക്കെ അറിയാം. അത് വന്നതിന് ശേഷം കുറേ നല്ല നല്ല മാറ്റങ്ങളുണ്ട്. ചിന്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് അവൾക്ക് ഓളെ കാര്യത്തിൽ ഒക്കെ അവള് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് പറയും. ചിലത് ഓളെ ചിന്തയിൽ തന്നെ ഞാൻ ചില തിരുത്തൊക്കെ വരുത്തലുണ്ട്. നാട്ടുകാരൊക്കെ നന്നാണ്. ഓളൊക്കെ ആരെങ്കിലും ഒരാള് ഒന്ന് വിചാരിക്കാത്ത ഒരാളൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഓലിക്കാട്ടിലും സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞ നാട്ടുകാരെ നന്നാക്കാൻ പോകണ്ട. അല്ലേ ഞാൻ പറയലില്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്നവരൊക്കെ പോയിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ച ആളെ കുറിച്ച് നമ്മളെ ഷോപ്പിൽ നിന്ന് എത്ര ആൾക്കാർ ഡെയിലി കാണുന്നുണ്ട്. നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് നിൽക്കുമ്പോൾ ഓലൊക്കെ ഇങ്ങനെ മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ഇങ്ങനെ വല്ലാതെ ഞാൻ കിട്ടി പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ഞാൻ പറയണത് മനസ്സിലാക്കൂല ആദ്യം. അപ്പോൾ അത് അന്നെ ഞാൻ പറഞ്ഞതല്ലേ, നമ്മൾ ഫോഴ്സ് ചെയ്യൂല. പിന്നെ അത് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ വരുമ്പോ ശരിയാണില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൈക്കിൾ വന്ന് ജീവിതം ക്ഷമയുള്ള ആളാണോ? നല്ല എന്റെ അടുത്ത മാത്രമാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാൻ നമ്മളെന്ത് ഫൈറ്റ് ഉണ്ടായാലും ആദ്യം വന്ന് സോറി പറയുന്നതും കൂടുതൽ നമ്മളെ ഇടയിൽ കൂടുതൽ ക്ഷമയുള്ളതൊക്കെ അർജുനാണ്. ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. വെൽ ഡൺ മൈ ബോയ്. ആളെല്ലാം പഠിച്ചിട്ടാണ് കല്യാണത്തിന് വന്നത്. സോ ഞാൻ ആദ്യം വന്നപ്പോ നിങ്ങൾക്ക് ഒരു ഗെയിം തന്നിട്ടുണ്ടായിരുന്നു, മെയ്ഡ് ഫോർ ഈച്ച് അതർ. അപ്പൊ രണ്ടുപേരും എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്തായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത്? എന്തായിരുന്നു ആ ഡേറ്റ് ഓഫ് ബർത്ത്? അങ്ങോട്ട് പറഞ്ഞോളൂ. ഞങ്ങക്ക് പറഞ്ഞു തരുന്നത് ഏപ്രിൽ 13, 2002 ഞാൻ പറഞ്ഞത്. 2 വയസ്സല്ലേ കൂടിയിട്ടുള്ളൂ. ഏപ്രിൽ 13 മാർച്ചാ പറഞ്ഞത്. ഏപ്രിലല്ലേ? സംതിങ് എന്താ പറഞ്ഞത്? 2000 ഞാൻ പറഞ്ഞത്. 2002 2 വയസ്സ്. അപ്പൊ അജ്മൽ ഖാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയും. അറിയൂല. ഇതിന്റെ ഓടുണ്ട്. വെള്ളം, ക്രിയാറ്റിൻ, എന്തൊക്കെയുണ്ട്? വെള്ളം, ജിം, പിന്നെ ക്രിയാറ്റിൻ. അത് രാവിലെ ഷോപ്പത്തിൽ ലെഡ്ജർ നോക്കാന് വെള്ളത്തിന്, അതായത് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം എന്തൊക്കെ തിരക്കാണെങ്കിലും നമ്മൾ ആ ടൈമിന് കുടിക്കണം. അങ്ങനെയാണ് എൻ്റെ അടുത്തുള്ള അറിവ്. ഞാൻ ആ വെള്ളം എടുത്ത് കുടിക്കണം തിരക്കുണ്ടാകുമ്പോ. വെള്ളം കുടിക്കാൻ അലാറൊക്കെ എന്താല്ലേ? പക്ഷെ ഇവിടെ നല്ല വെള്ളം കറക്റ്റ് കുടിക്കുന്ന ആളാണ്. അപ്പൊ ആ കാര്യത്തിൽ മേഡ് ഫോർ ഈച്ച് അതർ. അതാണോ നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം? അങ്ങനെ പറഞ്ഞെടുത്താലോ? വെള്ളം കുടിച്ചാലും മതി, വേറെ ഒന്നും കഴിച്ചില്ല. ബിസിനസ് ആയിട്ട് തുടങ്ങാം. നിങ്ങളുടെ വെള്ളം ഒരു ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞിരിക്കുന്നു. സോ ഓക്കെ, അങ്ങനെ ഒരു ചിട്ട കാര്യം. ഇപ്പൊ ആള് വന്നപ്പോ ഇനി ഓൾറെഡി ആളുടെ കൂടെ നമ്മൾ എക്സ്ട്രാ അലാറം സെറ്റ് ചെയ്യണം. ഞാൻ കുപ്പിവെള്ളം കൊണ്ടുവെക്കുന്നോണ്ട് ആളെടുത്ത് കുടിക്കും. പിന്നെ ഞാൻ എടുത്ത് കൊടുക്കും, എനിക്ക് റിമൈൻഡ് ചെയ്യും. ഓക്കെ, ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓഗസ്റ്റ് 14, 1995. ഓഗസ്റ്റ് അവിടെ ആരും ഹെൽപ്പ് ചെയ്തത്? ഒരു മിനിറ്റ് കറക്റ്റ് പറഞ്ഞു കൊടുക്കട്ടെ. ഓഗസ്റ്റ് 17. ചെറുതായിട്ട് ഇവിടെ 2 ദിവസം കുറച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തതായി. ഏതാവില്ലേ? നിങ്ങള് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ ഇട്ടിരുന്ന ഡ്രസ് കളർ എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് ഒരു ജീനും ഒരു ബ്ലാക്കിൽ എന്തോ ഒരു ടോപ്പാണ്. 1.5 കൊല്ലം മുന്നെയാണ്, എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. ഞാനൊരു ഫോർമൽസി എന്ന് പറഞ്ഞു. അയ്യോ, അതുപോലെ ഫോർമൽസ് ബ്ലൂ ഷർട്ട് എന്ന് പറഞ്ഞു. ബ്ലൂ ഷർട്ട് കറക്റ്റാ കൂടുതൽ മാർക്ക് അതിൽ ഒരു അര അങ്ങോട്ട് പോയി. പക്ഷെ പിങ്ക് അല്ലേ ഒരു ഹിഡൻ ടാലന്റ് ആളുടെ? ഇല്ല, അത് ഹിഡൻ ആണോ അസുഖമാണോ അറിയില്ല.
എന്താ അയ്യോ അത് ഹിഡനാ അല്ലേ? ഇത് വല്ല അസുഖമാവും. പിന്നെ നാവുണ്ടെന്ന് സ്ഥലത്തില് അല്ല അത് പിന്നെ കോമണാ Come on. ഇതിങ്ങനെ ആക്കുന്നത്. അതില്ല ഇല്ല ഇതിന് ഇത് കാണിക്കണേ ഇത് ഇങ്ങനെ ആക്കണം. അത് പിന്നെ എല്ലാവർക്കും കഴിയും. ഇങ്ങനെ 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 ഇങ്ങനെ. ഡിസൈനും ഡിസൈൻ അല്ല അത് ഇതെനിക്ക് ഞങ്ങൾക്കൊന്നും പ്രത്യേക കഴിവുകളാ. ഇതെനിക്കറിയില്ല. ഇത് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഒരു തവണ പിന്നെ വരത്തില്ല. സത്യം. ഇവിടെ ഹിഡൻ ടാലന്റ് ഉണ്ട് എന്തെങ്കിലും? എന്റെ ഹിഡൻ ടാലന്റ്സ് ഒക്കെ ഞാൻ പുറത്ത് കാണിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ആ അതുകൊണ്ട് അങ്ങനെ ഹിഡൻ ആക്കി വെക്കാറില്ല. ഓക്കെ. ആളുടെ കാര്യത്തിൽ പറഞ്ഞത് ആൾക്കൊരു ഹിഡൻ ടാലന്റ് ഇല്ല. എനിക്കോ? അല്ല ആൾക്ക് അതെന്താ? ഇത് ഞാന് ടാലന്റ് ആയിട്ട് ഇത് ടാലന്റ് ആണോ? ഇത് ടാലന്റാ. ടാലന്റ് ആണ്. ബീവി വന്നു ഇതൊക്കെ മനസ്സിലാക്കാന്നൊക്കെ. ഓക്കെ. അപ്പൊ വൈഫ് ആയതിനു മുൻപും ആയതിനു ശേഷമുള്ള ഒരു ചേഞ്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? ഫോണിന്റെ കാര്യം. യെസ്. ഞാൻ ഫോണിന്റെ കാര്യമാണ്. അത് എന്റെ കാര്യത്തില് എന്റെ പേഴ്സണൽ കാര്യത്തിൽ എനിക്ക് നല്ല മാറ്റം. അത് ട്രൂ ആണ്. ട്രൂ ആണ്. അപ്പം പോയിന്റ് ഇവിടെ ആള് നന്നായി മനസ്സിലാക്കിയിരിക്കണു. സത്യം തന്നെയല്ലേ? അതെ അതെ ശരിക്കും ആള് വന്നതിന് ശേഷമാണ് ലൈഫിൽ അതൊന്നും മാറിയത്. അതെ സത്യം ആണ്. വലിയൊരു കാര്യമാണ്. വലിയ കാര്യം. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അല്ലാതെ എനിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യമായിരുന്നു. ആരെങ്കിലും ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വിചാരിച്ചിരുന്ന കാര്യം. അതിന് ഞാൻ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് തിരക്കിലാകുമ്പോഴടക്കം ഫോണ് അല്ല സംഭവം ഇപ്പൊ അജുവിന്റെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ളതും അങ്ങനെ ആക്കിയെടുത്ത അജു കുറച്ചൊക്കെ സെറ്റാക്കി കൊണ്ടുപോകും. അല്ല ആദ്യം ഇക്ക വിളിക്കുമ്പോ എടുക്കത്തില്ല. ഇത് കളിപ്പിച്ചുകൊണ്ട് എടുക്കാത്തല്ലേ ഞാൻ പറഞ്ഞല്ലേ, ഫോണിൽ അഡിക്റ്റഡ് അല്ല. അത് സൈലന്റ് ആക്കി എപ്പോഴും. ഇപ്പൊ കണ്ടില്ലേ തിരക്കായതുകൊണ്ടാ കുട്ടി. അതെ അതെ. ഓക്കെ. ബിവി ഒരിക്കലും ചേഞ്ച് ചെയ്യരുത് എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം? ഓളെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്കങ്ങനെ എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് അങ്ങനെ തോന്നിയേ. നമ്മള് ഇപ്പൊ ഞാനാണെങ്കിലും ഓളോളെ കാര്യം പറയും, ഈ എന്റെ സ്റ്റാൻഡിൽ നിൽക്കണം എന്ന് ഞാൻ പറയല്. ആള് വർക്കിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഏറ്റെടുത്ത കാര്യങ്ങൾ ഇല്ല, ഞാൻ എനിക്ക് തോന്നിയത് പറയണ്ടേ. ഇന്നത്തോടു കൂടി ഫാൻസ് കൂടുതലായിരിക്കും. ഞാൻ അപ്പൊ ഫസ്റ്റ് എന്നോടല്ലേ ചോദിച്ചു, ഞാൻ അതാ ഈ ആദ്യം കൊടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ സംസാരിക്കുന്നു നിങ്ങൾ. ഓക്കെ. ഉള്ളിലൊരു നടനുണ്ടോ? ഉണ്ട്. ആ മറ്റേ ദിലീപിനെ കാണിച്ചു. ദിലീപ് പ്ലീസ്. പഞ്ചാബി ഹൗസിലെ ദിലീപ് അടിപൊളിയായിട്ട് കാണിക്കും. ഊമയാണോ? പ്ലീസ് ഊമയാണോ? ഊമ ദിലീപ് ഇവിടെ വേണ്ടേ? പ്ലീസ് പ്ലീസ് ഞങ്ങൾ എല്ലാരും പ്ലീസ് പറയാം. പ്ലീസ് പ്ലീസ്. അത് കളിക്കല്ലേ ഓളൊക്കെ തെറ്റുമ്പളേ അത് റിയൽ ലൈഫിലെ പലതവണ പറയുമ്പോഴും തിരിച്ച് മറുപടി കിട്ടില്ല. അപ്പൊ ജവാ ദിലീപേട്ടന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു സപ്പോർട്ടാണത്. എന്തെങ്കിലും അടിണ്ടാക്കാൻ കേൾക്കുന്നില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ. ഡ്രീം ഡെസ്റ്റിനേഷൻ ചോദിച്ചു, അതിനു മുമ്പ് ഗിഫ്റ്റ് ചോദിച്ചു. അത് രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. അടുത്തത് ഡെസ്റ്റിനേഷൻ തന്നെ പറഞ്ഞ രണ്ടാളും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല. പക്ഷെ ഞാൻ പാരീസ് എന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു, ഞാൻ പാരീസ്. ഇവിടെ ദുബായ് അങ്ങനെ സ്ഥലം ഇല്ല ആക്ച്വലി. നമ്മൾ നമുക്ക് എല്ലായിടത്തും ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. ഒരുമിച്ച് പോയാൽ മതി. എവിടെ ആയാലും ഇക്ക എന്റെ കൂടെ എന്നൊക്കെ. ഓക്കേ. അടുത്തത് ബേബിയുടെ ലവ് ലാംഗ്വേജ്. അത് ആള് പറഞ്ഞത് എപ്പോഴും കൂടെ ഇരുന്ന് കൂടെ ഇരിക്കും. അതിപ്പോ വഴക്കിടാണെങ്കിലും കൂടെ ഇരുന്ന് എപ്പോഴും സംസാരിക്കുക എന്നൊരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. ഗുഡ് ജോബ്. ഓക്കെ. തൊഴില് കിട്ടിയോ അപ്പൊ മനസ്സിലാക്കി രക്ഷപ്പെട്ടു എന്നൊക്കെ. ബിഗസ്റ്റ് ഫിയർ? എനിക്ക് പ്രത്യേകിച്ച് ഫിയർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ ഞാൻ. അതായത് ഞാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും പേടിയുണ്ടോ? ഞാൻ പറഞ്ഞ സ്കൂബ ഡൈവ് ഒക്കെ ചെയ്ത് എന്റെ ഉത്തരവാകെ മാറി. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പാമ്പ് പിന്നെ വെള്ളം ഒന്നിനും എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ പേടിയൊന്നുമില്ല. ചോദ്യം ചോദിക്കണല്ലോ. ഞാനെന്താ പറഞ്ഞ ലൂസിങ് മീ. ആ ലൂസിങ് പേടി പറയോ? ഒരിക്കലും ഇല്ല, ഉറക്കത്തെ പോലും പറയില്ല അതൊക്കെ. ബീവിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം? ഈ സോളാന്നല്ല പറഞ്ഞേ. ഞാനിപ്പോ എന്താ പറഞ്ഞേ, വർക്ക് ബേസിലുള്ള സംഭവം പറഞ്ഞേ. വർക്കിന്റെ കാര്യ പറഞ്ഞ വേറുള്ള ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യണതും അതിലൊക്കെ ചില ആൾക്കാരെ അഡ്വാൻറ്റേജ് എടുക്കും, നമ്മളെ യൂസ് ചെയ്യും. ചിലപ്പോ നമുക്ക് ആദ്യം മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴേ ഞാൻ കൊറേ പറഞ്ഞു കൊടുക്കണ.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് നന്നാക്കാൻ നടക്കുന്ന ആളാണ് ആ ഇത്. ആ നന്നാക്കണ്ടെന്നല്ല, ചിലതൊന്നും നടന്നില്ലെങ്കിൽ നമ്മളെ കുറച്ചൊക്കെ നമ്മളെ വഴി നോക്കി പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് നടക്കും. അങ്ങനത്തെ ആളല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ടോളറേറ്റ് ചെയ്യുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്സ്. ആക്ച്വലി നമുക്ക് വളരെ റീസെന്റ് ആയിട്ടും നമുക്ക് രണ്ടുപേർക്കും കിട്ടിയ കുത്തലുകൾ അതാണ്. നമ്മുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ചിരിച്ചു കളിച്ച് നിൽക്കും. നമ്മളെ ശത്രുക്കൾ നമ്മൾ അത്ര പേടിക്കണ്ട. നമ്മള് എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ അത്ര പേടിക്കണ്ട. പക്ഷെ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന് നമ്മളുള്ള ചോർത്തി എടുത്തിട്ട് പിന്നെ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെ നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളടുത്ത് ബാക്ക്ലാഷ് ചെയ്യും അവര്. ദാറ്റ് ഈസ് വെരി അതെ ഇപ്പൊ അടുത്ത് വെരി വെരി ട്രോമാറ്റിക്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ വാട്ട് ഓക്കെ അക്സെപ്റ്റ്. ശരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ പറയുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് കണക്ട് ആവാം. ഇപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഇത് സംഭവിക്കും. സോ അതിപ്പം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ അതെങ്ങനെയാണ് നിങ്ങൾ റീബിൽഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ശരിക്കും? ഞാൻ ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല. ഐ ആസ്ക്ഡ് അജു അബൌട്ട് ദിസ്. ഹൗ ആർ വി ഗോണ ട്രസ്റ്റ് എനിബഡി? ഇപ്പൊ ഞാൻ എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട്സ് വിചാരിച്ച ആൾക്കാരുടെ അടുത്ത് നിന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പം ഇനി ആരാ നമ്മളെ വിശ്വസിക്കുക? ഇനി എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എന്ത് ടെസ്റ്റാ നമുക്ക് ഒരു കൊടുക്കുക? ഐ ഡോണ്ട് നോ. വിശ്വസിക്കുക, എപ്പോഴേലും കിട്ടുമ്പോൾ പഠിക്കുകയായിരിക്കും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ്. എക്സ്പെക്ട് ചെയ്യണ്ട, ഓവറായിട്ട് ഷെയർ ചെയ്യണ്ടെന്നാണ് അജു പറയുന്നത്. ഷോപ്പിലാണെങ്കിലും പുറത്ത് ഡെയിലി പുതിയ പുതിയ ആൾക്കാരെ കാണുന്ന എല്ലാവരും ഇപ്പം നന്നാവണം, ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണം, ഞാൻ വിചാരിച്ച പോലെ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും പോസിബിൾ ആവില്ല. പ്രത്യേകിച്ച് ഇവരൊക്കെ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ചിരിച്ചു കണ്ടൊക്കെ നിൽക്കും. ചിലപ്പോൾ വേണ്ടാത്ത എന്തെങ്കിലും ഇൻസിഡൻ്റ് ആകാരം ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യണ്ടേ, എൻ്റെ പണി അവർക്ക് ചെയ്ത് കൊടുക്കാതെ ചെയ്ത് കൊടുത്തിട്ട് ഈ അങ്ങോട്ട് പോരുക, അത്ര മതി. പിന്നെ അതിൽ നല്ലതുണ്ടെങ്കിൽ നല്ലതിന് എന്തെങ്കിലും എഫേർട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാതെ തലമ കയറ്റി നടക്കണ്ടൊന്നും. ഇത് തലയിൽ വെച്ച് നല്ല അടിപൊളി നമ്മളെ പ്രശ്നം ആയിരിക്കാം. Maybe we expect too much. അവർ അത്ര ലോയൽ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നോണ്ടായിരിക്കാം. നമ്മൾ അങ്ങനെ കേൾക്കുമ്പോ ഇത് എല്ലാരും നമ്മളെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാണ് ദേ ആർ സോ ലോയൽ ടു അസ് എന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ വേറെ അടുത്തുനിന്ന് അവരങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ ദാറ്റ് ബ്രേക്സ് അസ്. ശരിക്കും പറഞ്ഞാൽ അതും കൂടെ മനസ്സിലാക്കുന്ന ഒരാൾ ഓപ്പോസിറ്റ് വേണം അല്ലേ? നമ്മളിപ്പോ അങ്ങനെ ഒരാളെ കിട്ടാന്ന് പറയുന്നതും ഭയങ്കര റെയറാണ്. കറക്റ്റ് നമ്മുടെ അച്ചടാ നിങ്ങൾ സംസാരിക്കും ഇവളെ വർക്കും ഡിഫറെന്റാ. ഇവള് രാവിലെ വർക്കിന് പോയി കഴിഞ്ഞാൽ തീരെ മൈൻഡ് ചെയ്യൂല. പിന്നെ രാത്രി വന്ന കുറച്ച് ആദ്യമൊക്കെ പറഞ്ഞെന്നുള്ളൂ. കാരണം നമുക്കിത് അണ്ടർസ്റ്റാൻഡ് അറിയില്ല. ഞാൻ ഷോപ്പിലാവും, ഞാൻ എൻ്റെ സ്വന്തം ഷോപ്പിലാണ്. എനിക്ക് ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യാം, നോക്കാം. എൻ്റെ ഓൺലൈനത്തെ ഷൂട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ് ആണെങ്കിലൊക്കെ ഞാൻ അവൈലബിൾ ആവും. എന്തൊക്കെ തിരക്കാണെങ്കിലും അവൈലബിൾ ആക്കും. ഫാത്തിമ നേരെ തിരിച്ചു അപ്പോൾ ഫസ്റ്റിൽ. അപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമൊക്കെ വന്നു, എന്താ എനിക്കൊരു മിനിറ്റ് നേരമില്ലാത്ത എന്ത് വർക്ക് ചോദിച്ചു. കാരണം ഇതൊന്നും രാത്രി വന്നു കഴിഞ്ഞാൽ ഇവള് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ അല്ലാതെ അറിയാം. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വീക്കായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയൂല, ഞാനിപ്പുറത്ത് മൂഡ് ഓഫ് ആയിരുന്നു കണ്ട ഹലോ എന്നുള്ളത് പറയും. then he taught me എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എവിടുത്തെ പ്രശ്നമാണെങ്കിലും ഐ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതങ്ങനെ ഒഴിഞ്ഞു പോകും. അപ്പൊ അത് ഈസ് ആവും. ഞങ്ങളങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നൊക്കെ കൗൺസിലിംഗ് ക്ലാസ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ വൈബ് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. ശരിക്കും നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഇനി നിങ്ങളുടെ ലൈഫ് എങ്ങനെയാവണം, ഒരു പ്ലാൻ ഉണ്ടോ ശരിക്കും? അത് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാ? നമ്മൾ ഈ പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് നമ്മൾ രണ്ടുപേരിലും ആഗ്രഹമുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, ഇതുപോലെ ഹാപ്പി ആയിട്ട് പോവുക. ആഗ്രഹം പോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ആൻഡ് നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും കൂട്ടാ ഉള്ളിലൊരു ആക്ടർ വിളിച്ചിരിക്കുന്നുണ്ട്, ഒരു ചാൻസ് ഒക്കെ കൊടുക്കണം കേട്ടോ സർ, ആലോചിക്കാതൊക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. വില്ലൻ റോളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. വില്ലൻ റോളിന് കാത്തിക്കാം. വില്ലൻ റോളിന്റെ പിന്നെന്താ എന്താ കൊറേ മാസം ആറ്റിറ്റ്യൂഡ് ഇടാലോ, അഭിനയിക്കണ്ടല്ലോ, ഞാൻ അവിടെ നിന്നാ മതി എന്നൊക്കെ. പക്ഷെ ഇത് ഭയങ്കര ക്യൂട്ട് ഫേസാ. അല്ല അതില് കാര്യമില്ല, അതിവിടെ ഇഷ്ടമൊന്നല്ല. ഞാൻ സത്യല്ലേ
ഫസ്റ്റ് ഒന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ തന്നെ ചീത്ത അറിയുന്നു എന്ത് കണ്ടിട്ട് ആവശ്യം നിങ്ങൾ എന്ത് ഡിമാൻഡ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്താല്ലേ അന്ന് കാണാത്തൊരു മൈൻഡ് ചെയ്യാത്ത ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളായിട്ട് മാറുന്നത്. നിങ്ങൾ ഞാൻ പറയും ഇനി വരുന്ന കുട്ടികളൊന്ന് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ചിരിച്ചോ ചിലപ്പോ വളഞ്ഞാലോ അത്ര ആറ്റിറ്റ്യൂഡ് ഉണ്ടോ അതൊക്കെ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടിരുന്നല്ല, നമ്മള് ഒരു ഡിസ്റ്റൻസിൽ ചിരിക്കും. സ്റ്റാഫുകളോട് എല്ലാവരോടും ചിരിച്ച് കളിച്ച് എല്ലാം ഹാപ്പിയാണ്. പക്ഷെ പുതുതായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾ ഫസ്റ്റ് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ അതിലെന്തൊക്കെയാന്നൊക്കെ അങ്ങനെ പോകില്ല. അതവര് ഉദ്ദേശിച്ചിട്ട് മനസ്സിലായി. മറ്റേത് എല്ലാ കാണുന്നവരോടും എന്താടാ അങ്ങനെ പോണ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. അത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള പോലെ പരസ്പരം സപ്പോർട്ടൊക്കെ ചെയ്ത് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഒരുപാട് സന്തോഷം. ആൻഡ് നിങ്ങളുടെ കല്യാണം കൂടാൻ പറ്റാത്തവർക്കും ആൻഡ് കല്യാണത്തിന് വിഷ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം, എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നതിനും. ഓഫ് കോഴ്സ് കുറേ ആൾക്കാർ നമ്മൾ എന്തൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ചിലപ്പോൾ ഉള്ളതായിരിക്കാം, നമ്മൾ ഇമ്പ്രൂവ് ആവാനായിരിക്കാം. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ്. അതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.